പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഈ ദിവസം ദാനമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ചാരാധിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയോട് ചേർന്ന് നിന്നാൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കൃപയാണ്, നിൻ്റെ ചൈതന്യമാണ്, നിൻ്റെ ശക്തിയാണ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിന് നിൽക്കുവാൻ കരുത്തും കൃപയും നൽകി അനുഗ്രഹിക്കുന്നത്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ധാരാളം ഫലം പുറപ്പെടുവിക്കും. എന്നാൽ ഫലം പുറപ്പെടുവിക്കുന്നവയെ വെട്ടിയൊരുക്കുന്നുവെന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവേ, അനുദിനമുള്ള ഞങ്ങളുടെ സഹനങ്ങളെ അങ്ങയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സഹനങ്ങൾ വഴി ഞങ്ങൾ ഓരോരുത്തരും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കുന്നുവെന്ന ബോധ്യം നൽകി അനുഗ്രഹിക്കണം. അങ്ങ് നൽകുന്ന കൃപകളെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും അങ്ങ് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. സഹനം വരുമ്പോൾ അങ്ങേ പറയാതിരിക്കുവാനും സഹനത്തിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾ ഓരോരുത്തരും അത് സ്വീകരിച്ചുണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഇതാ കർത്താവെ, ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കും. ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെ അങ്ങേ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കും. സഹനങ്ങൾ കഴിയാത്ത വിധത്തിൽ ധാരാളം അസ്വസ്ഥകളുമായി കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. സഹിക്കുന്ന രോഗികളായിട്ടുള്ള സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകമായി വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സഹിച്ച അത്രയും സഹനങ്ങൾ ഞങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെയും നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ലഭിക്കുന്ന സഹനങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.